ഹലോ ഫ്രണ്ട്സ്, ടെക് ലിസ്യോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോണിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ ഡ്രാഫ്റ്റായിട്ട് സേവ് ആയിട്ടുള്ളതാണ്. ഇതുപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആദ്യം തന്നെ നമുക്ക് ആ പ്രൊജക്റ്റിന് ആവശ്യമായ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യണം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 16:9, 9:16, 1:1 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ 16:9 ആണ് ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോസൊക്കെ സാധാരണ അതിലാണ് ചെയ്യുന്നത്. 9:16 പോർട്രേറ്റ് മോഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ വ്യൂ ആണ് അതിൽ നമുക്ക് ലഭിക്കുക. നമ്മൾ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരും. ആദ്യം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ വീഡിയോസും ഫോട്ടോസും നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന മീഡിയ എന്ന് പറഞ്ഞുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോസും ഫോട്ടോസും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ വീഡിയോസിൽ കൈൻമാസ്റ്ററിലുള്ള വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലുള്ള വീഡിയോസും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈലിലുള്ള വീഡിയോസ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോസ് സെലക്ട് ചെയ്യാണ്. അതിന് താഴെയുള്ള ഫോട്ടോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. കൈൻമാസ്റ്ററിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ പ്ലേ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിലുള്ള ഓരോ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ക്ലിപ്പ് സെലക്ട് ചെയ്യാണ്. ക്ലിപ്പ് സെലക്ട് ചെയ്യാനായിട്ട് അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു യെല്ലോ കളറിലുള്ള ഒരു ബോർഡർ കാണാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളറിലുള്ള ലൈൻ നമുക്ക് ട്രിം ചെയ്യേണ്ട അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ട്രിം എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3-4 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ട്രിം ടു ലെഫ്റ്റ് ഓഫ് ദ പ്ലേ ഹെഡ്, ട്രിം ടു റൈറ്റ്, സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ്, സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രിം ലെഫ്റ്റ് ഓഫ് ദ പ്ലേ ഹെഡ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ നമ്മുടെ കട്ടായി പോകും. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള പോർഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് റൈറ്റ് സൈഡിൽ എവിടെയാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ട്രിം റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡും കട്ടായി പോകും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ ഇടയിലുള്ള ഒരു പോർഷൻ കളയണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ കളയേണ്ടത് ആ പോർഷനിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ റെഡ് കളറിലുള്ള ലൈൻ കൊണ്ടുവച്ചതിന് ശേഷം അവിടെ ട്രിം സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് 2 ക്ലിപ്പായിട്ട് സെപ്പറേറ്റ് ആവും. അതിനുശേഷം നമ്മൾ എവിടെയാണോ ഇനി പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടത് അതിൻ്റെ അവസാന ഭാഗത്തിൽ ആ ടൈമിങ്ങിൽ ഡ്യൂറേഷനിൽ വീണ്ടും ആ ലൈൻ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്ത് ട്രിം സെലക്ട് ചെയ്ത് ലെഫ്റ്റ് ഓഫ് ദ പ്ലേ ഹെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോർഷൻ കട്ടായി പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സ്റ്റാർട്ടിങ് തൊട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പോർഷനൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഇത് ഞാൻ അടുത്തൊരു ക്ലിപ്പ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞാണ് അടുത്ത ഓപ്ഷൻ. ഇത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ട് പൊസിഷനിലും അതുപോലെ എൻഡ് പൊസിഷനിലും സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റാർട്ട് പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര അത് സൂം ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എൻഡ് പൊസിഷനിൽ അതുപോലെ തന്നെ നമുക്ക് സൂം ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടും ഈക്വലായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈക്വൽ ടു സൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരേപോലെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻഡ് പൊസിഷനും ഒരു സൂം ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുകളിലുള്ള ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവായി. നമുക്ക് നമ്മൾ സൂം ചെയ്തതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണാം. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് സൂം ഇൻ ചെയ്ത് ഇങ്ങനെ വരുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലിപ്പ് സെലക്ട് ചെയ്യാണ്. മിക്സർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വോളിയം അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 200% വരെ നമുക്കത് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും പറ്റും. പിന്നെ
റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കേൾക്കുന്നതെങ്കിൽ അതിൽ ഹെഡ്സെറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തോരം കേൾക്കണം, റൈറ്റ് സൈഡിൽ എത്ര കേൾക്കണം എന്നൊക്കെ നമുക്കതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പിച്ച് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഓട്ടോ വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലായിട്ട് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ടിക്ക് ചെയ്യുക. എല്ലാം ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്താലാണ് അതിൽ സേവ് ആവുള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് എല്ലാവർക്കും മൊബൈലിൽ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം. ഈ ഓപ്ഷനിലൂടെ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ബേസിക്, വാം, കോൾഡ്, വിവിഡ്, മോണോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബേസിക്സ് സെലക്ട് ചെയ്ത് അതിൽ ഓരോന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അത് കാണാനായിട്ട് സാധിക്കും മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന്. നമുക്ക് ആവശ്യമുള്ള ഫിൽറ്റർ അത് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അത് ഓക്കെ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഇതിപ്പോൾ എൻ്റെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ഒരു മോഡൽ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. സ്പീഡ് നമുക്ക് അതിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഞാനൊരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്പീഡ് ജസ്റ്റ് കൂട്ടി കാണിച്ചു തരാം. നമുക്ക് 4x 8x എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറയ്ക്കാനും പറ്റും. ഞാനൊരു 2 സെലക്ട് ചെയ്യാണ്. അതായത് അതിൻ്റെ ഡബിൾ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കാനാണെങ്കിൽ 1 ആണ് നമ്മുടെ നോർമൽ, അതിൽ നിന്ന് ജസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ 0.5 കുറയ്ക്കുകയാണ്. അതിൽ നമ്മൾ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോഴും അത് വൃത്തികേടായിരിക്കും കേൾക്കുമ്പോൾ. ഇപ്പോൾ നമുക്കിതിൽ കാണാം അതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീഡിയോ ക്ലിപ്പ് നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അതായത് ലാസ്റ്റ് പോർഷൻ തുടക്കത്തിലെ പോർഷൻ ലാസ്റ്റും ആക്കണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനത് കാണിക്കുന്നില്ല, കാരണം അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ മിററിങ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡും, അതുപോലെ തന്നെ അപ്പും ഡൗണും നമുക്കറിയാം മിറർ ഇമേജ് എങ്ങനെയായിരിക്കുന്നു, അതുപോലെ മിറർ ഇമേജ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഗ്രാഫിക്സ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്രാഫിക്സ് നിങ്ങളെ കാണിക്കാം. ഇതിൽ മോർ ടൈറ്റിൽ എഫക്ട്സ്, അതിൽ നമുക്ക് ടൈറ്റിൽ ഏതെങ്കിലും ടെക്സ്റ്റ് കൊടുത്ത് അതിന് എന്തെങ്കിലും എഫക്റ്റ് കൊടുത്തിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. നെക്സ്റ്റ് വിനിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഔട്ടർ സൈഡ് ഡാർക്കായിട്ട് മാറും. ഇനി EQ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാസ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ വോയിസ് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വോയിസ് നമുക്ക് പല വോയിസായിട്ട് കിഡ്സിൻ്റെ വോയിസ്, മാൻ്റെ വോയിസ്, വുമൻ്റെ വോയിസ്, അങ്ങനെ പല കമ്പ്യൂട്ടർ വോയിസ് അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വോളിയം എൻവലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അതായത് നമ്മുടെ വോളിയം ഓരോ പോർഷനിലും ഒരു ക്ലിപ്പിൻ്റെ ഏതെങ്കിലും പോർഷനിൽ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിലൊരു ഗ്രാഫ് പോലെ കാണിക്കുന്നത് കണ്ടാൽ അറിയാം. അതായത് നമ്മൾ ഏത് പോർഷനിൽ വെക്കണേ അവിടെ നമുക്ക് വോളിയം കൂട്ടണോ, ഇനി 0 ആക്കി വെക്കണോ, ഇനി വോളിയം കുറയ്ക്കണോ കൂട്ടണോ, അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഇതൊക്കെ സാധാരണ എഡിറ്റിംഗ് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ടുള്ളത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പിലുള്ള ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് എക്സ്ട്രാക്റ്റ് ഓഡിയോയിൽ നമ്മൾ എത്ര തവണ ക്ലിക്ക് ചെയ്യുന്നോ അത്രയും ടൈംസ് അതിൻ്റെ ഓഡിയോ എക്സ്ട്രാക്റ്റ് ചെയ്ത് വരും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് വരുന്ന ഓപ്ഷൻസ്, എഡിറ്റ് ചെയ്യാൻ വരുന്ന ഓപ്ഷൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റൗണ്ട് സർക്കിളിലുള്ള അടുത്ത ഓപ്ഷൻസ് നോക്കാം. അതിലൊന്നാണ് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ വീഡിയോ ക്ലിപ്പിന് മുകളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോസോ ടെക്സ്റ്റോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് വാട്ടർ മാർക്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ ഏതാണ് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് വാട്ടർ മാർക്ക് പോലെ വീഡിയോയിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വാട്ടർ മാർക്ക് തന്നെ ഓൺലി വേറെ ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ് വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ലെയർ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഈ യെല്ലോ കളറിൽ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് എത്ര ഡ്യൂറേഷനിലാണോ അത് കാണിക്കേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കുറയ്ക്കാനും കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കതിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ എഫക്ട്സ് കാണാം. എഫക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലർ ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പേഴ്സണൽ ഡാറ്റയൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്യാനായിട്ട് ഈ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ലെയറിൽ വരുന്നതാണ് ടെക്സ്റ്റ്. നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ, വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. അതിൽ തന്നെ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഫോണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോണ്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക. ദെൻ ഇതിൽ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആനിമേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കൊടുത്ത ടെക്സ്റ്റിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ കൂട്ടിയും കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര തിക്നെസ്സിൽ വേണം എന്നുള്ളതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോ, അതിന് എന്തെങ്കിലും ഷാഡോ പോലെ ടെക്സ്റ്റിന് കൊടുക്കണമെങ്കിൽ അത് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെയും നമുക്ക് എത്ര ഡിസ്റ്റൻസ് വെച്ച് ചെയ്യണം എന്നുള്ളത് കാണിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആനിമേഷൻസ് നോക്കാം. ഇൻ ആനിമേഷൻ ഉണ്ട്, ഔട്ട് ആനിമേഷൻ ഉണ്ട്. ഇൻ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണ് വേണ്ടത്. ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എൻഡ് ചെയ്യണത്. അതൊക്കെ പല ആനിമേഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓവറോൾ അനിമേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആ വീഡിയോ ഫുൾ ലെങ്ത്തിൽ ടെക്സ്റ്റ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഫുള്ളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ അനിമേഷൻ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പല വെറൈറ്റി അനിമേഷൻസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കൊടുത്ത അനിമേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റുന്ന ലെയർ എന്ന് പറയുന്നതിൽ ഓപ്ഷനുള്ളത് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ നമുക്ക് സ്മൈലീസോ അതുപോലെ എന്തെങ്കിലും ഹാറ്റ് അതുപോലെയുള്ള സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ടെക്സ്റ്റാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് ഈ ഒരു എഴുതേണ്ടി ഒന്നും വരാറില്ല. പക്ഷേ ഇതിൽ നമുക്ക് സർക്കിളും അതുപോലെ തന്നെ റെക്റ്റാങ്കിളൊക്കെ കാണിക്കണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സർക്കിളിലുള്ള ഓപ്ഷനാണ് ഓഡിയോ. നമുക്ക് ഏതെങ്കിലും ഓഡിയോസ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ മ്യൂസിക്, നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസുകളും ഒക്കെ നമുക്കിതിൽ കിട്ടും. നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് കിട്ടും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ റെക്കോർഡ് ചെയ്തത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്ലസ് എന്ന് പറഞ്ഞുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വോയിസ് ഓവർ ആഡ് ചെയ്യാനായിട്ടാണ്. അത് റെക്കോർഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ചെയ്തത് അവസാനിക്കും. ഇനി നമുക്കിതിൽ അത് റിവ്യൂ ചെയ്ത് നോക്കാനും റീ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ റിവ്യൂ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മളത് കേട്ടിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ, നമുക്കത് റെഡി ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് റീ റെക്കോർഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും.
നമ്മൾ ആ സർക്കിളിലുള്ള എല്ലാ ഓപ്ഷൻസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിലുള്ള ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോകും. അതായത് നമ്മൾ ഈ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കണ്ട അതേ വിൻഡോയിലേക്കാണ് നമ്മൾ പോവുക. ഇതിന് താഴെ നമുക്ക് അൺഡു റീഡും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റി ചെയ്താൽ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിന് താഴെ നമുക്ക് ഒരു സ്ക്വയർ കാണാം. അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ളതാണ്. നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ ക്യാപ്ചർ ചെയ്ത് സേവ് ചെയ്യാം. അതുപോലെ ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും പോർഷൻ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേറൊരു സെപ്പറേറ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ അതിൽ താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊജക്റ്റിലുള്ള സെറ്റിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ ഓഡിയോയിൽ ഓട്ടോ മാസ്റ്റർ വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അത് വോളിയം കൂടും കുറയും ചെയ്യും. പിന്നെ മാനുവലായിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഓഡിയോ ഫെയ്ഡിനും ഉണ്ട്, ഓഡിയോ ഫെയ്ഡ് ഔട്ടും ഉണ്ട്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വോയിസ് കുറഞ്ഞിട്ട് കൂടാനും അതുപോലെ തന്നെ എൻഡിങ്ങിൽ പതുക്കെ കുറഞ്ഞുകൊണ്ട് നിൽക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയിലും അതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്, വീഡിയോ ഫെയ്ഡ് ഇൻ, വീഡിയോ ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വീഡിയോ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും, എൻഡിങ്ങിലും അതുപോലെ തന്നെ വീഡിയോ ഫെയ്ഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ അതിൻ്റെ ഡിഫോൾട്ട് ഡ്യൂറേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫിൽ സ്ക്രീന് അതുപോലെ ഫിറ്റ് സ്ക്രീനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഏതാ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെലക്ട് ചെയ്യാം. ഇനി അതിന് താഴെയുള്ള ഓപ്ഷൻ നമുക്ക് ഇതുപോലെ സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ഇത് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. നമുക്ക് പെട്ടെന്ന് ഓരോ ക്ലിപ്പ് കവർ ചെയ്യണമെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൽ ഞാൻ ഫോട്ടോ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്ലിപ്പ് ഗ്രാഫിക്സും അതുപോലെ ട്രിം ചെയ്യാനും ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഇമേജ് നമുക്ക് ആവശ്യാനുസരണം അതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമുക്കത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഏരോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. അതിന് നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. HD 4K 2K ഒക്കെ അവൈലബിൾ ആണ്. അതിൽ പർച്ചേസ്ഡ് വേർഷനിലാണ് നമുക്ക് ഹയർ റെസൊല്യൂഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യാം. ലോ ക്വാളിറ്റി തൊട്ട് ഹൈ ക്വാളിറ്റി വരെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. നമുക്ക് എത്രയാണോ വേണ്ടത് അത് വെച്ചിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെഡിയായി. ഇനി നമുക്കത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ അത് ഡ്രാഫ്റ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കത് താഴെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഏത് ആസ്പെക്ട് റേഷ്യോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ജനറേറ്റ് ആയി വരും. ഇനിയിപ്പോൾ നമുക്ക് അത് വേണ്ട അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ താഴെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ നടുവിലുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിൽ എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൈൻമാസ്റ്ററിൽ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. മാത്രമല്ല നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടും ഇതിൽ എഡിറ്റിംഗ് സാധ്യമാണ്. അതായത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാതെ കൂടിപ്പോകും. അതുകൊണ്ട് അത്തരം ട്രിക്സൊക്കെ ചെറിയ വീഡിയോസായിട്ട് ഈ ചാനലിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.